ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ CPIM MLA എ രാജയ്ക്ക് വിജയം. MLA എ രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചു. എ രാജയ്ക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതോടെ രാജയ്ക്ക് MLA ആയി തുടരാം. പരിവർത്തിത ക്രിസ്ത്യനായ എ രാജയ്ക്ക് പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിക്കാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ ഡി കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ വാദം ശരിവെച്ച ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കി. പിന്നാലെയാണ് രാജ സുപ്രീം കോടതിയെ സമീപിച്ചത്. നീണ്ടുനിന്ന നിയമപോരാട്ടത്തിനൊടുവിൽ എ രാജയ്ക്ക് അനുകൂലമായ വിധി. ഞാൻ ഏത് മതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം അല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അല്ലേ? ഇതിപ്പോൾ ജനങ്ങളുടെ വിജയമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ് 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകുമല്ലോ. ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നിലപാട് തിരുത്തുന്നതാണ് നല്ലത്. എ രാജയ്ക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട്. MLA എന്ന നിലയ്ക്ക് ഇതുവരെയുള്ള ആനുകൂല്യങ്ങൾ രാജയ്ക്ക് നൽകണമെന്നും സുപ്രീം കോടതി. എന്നാൽ എ രാജ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളല്ലെന്ന വാദത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ. അതിന്റെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പറഞ്ഞത്. ആ എല്ലാ തെളിവുകളും രേഖാമൂലം തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ അത് കൊടുക്കുകയും ചെയ്തു. അത് സുപ്രീം കോടതി എന്ത് അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയെ റദ്ദ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. അനാവശ്യ വിവാദമുണ്ടാക്കിയവർക്കുള്ള താക്കീതാണ് വിധിയെന്ന് CPIM പ്രതികരിച്ചു. ഇത് ശരിയായ ജനാധിപത്യ സംവിധാനത്തിൽ നീതിന്യായ കോടതി ഏറ്റവും ശരിയായ രൂപത്തിൽ പരിശോധിച്ച് ചരിത്രപ്രധാനമായൊരു വിധിയാണ് രാജായിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഈ വിധി എന്ന് പറയുന്നത്. സുപ്രീം കോടതി വിധിയോടെ ആരോപണങ്ങളെ അതിജീവിക്കാനായത് എ രാജയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതാണ്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം 24 ഇടുക്കി.